സദ്ഗമയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാടധികം പുസ്തകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ല അറിവ് പകർന്നു തരുന്ന, നല്ല വിജ്ഞാനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ. പലതും പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് ജ്ഞാനപ്പാനയെക്കുറിച്ചാണ്. ജ്ഞാനപ്പാന രചിച്ചിരിക്കുന്നത് പൂന്താനമാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ രാവിലെ പല ഭക്തിഗാനങ്ങൾ, ഭജനകളൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അത് ജ്ഞാനപ്പാനയിലെ പൂന്താനം എഴുതിയ വരികളാണ്. പൂന്താനം തികഞ്ഞ ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. ജീവിതത്തിലെ ഏറെ കാലവും ഗുരുവായൂരിലാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. ഗുരുവായൂരപ്പനെ ഭജിക്കുക, കൃഷ്ണനാമങ്ങൾ ചൊല്ലുക, ഭാഗവത പാരായണം നടത്തി ഭക്തർക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. പൂന്താനത്തിൻ്റെ ഭാഗവത പാരായണം ശ്രോതാക്കളെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നയിക്കും. കൃഷ്ണ ദർശനം പലതവണ നേടിയിട്ടുണ്ട് പൂന്താനം എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ പലപ്പോഴും പല രൂപത്തിൽ പൂന്താനത്തിൻ്റെ മുമ്പിൽ ദർശനം നൽകിയിട്ടുണ്ട് അത്രേ. വയസ്സായിട്ട് പിന്നീട് പൂന്താനത്തിന് ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഗുരുവായൂരിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ കൃഷ്ണൻ പൂന്താനത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി, ഇനി ഇവിടെ ഇരുന്ന് ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞു അത്രേ. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സ്വാനുഭവങ്ങളാണ് അല്ലേ? ഇതിനൊക്കെ തെളിവുണ്ടാവണമെന്നില്ല. അവർ പറഞ്ഞും പങ്കുവെച്ചും മറ്റുള്ളവരാൽ പറഞ്ഞും നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഭക്തി, ഈശ്വരഭക്തി, കൃഷ്ണഭക്തി എന്നതിനൊരു ശക്തിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭഗവത് നാമങ്ങൾ ചൊല്ലുകയും അതിലൂടെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ദൈവിക അംശത്തിനെ ഉജ്ജ്വലമാക്കുകയും നമുക്ക് ഈശ്വരനെ നമ്മളിൽ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്താൽ അതാണ് നമ്മൾ ഏറ്റവും പവർഫുൾ ആക്കുക. പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആറ്റുനോറ്റുണ്ടായ പ്രിയപ്പെട്ട ഒരു പുത്രൻ, ആ മകൻ്റെ ആകസ്മികമായിട്ടുള്ള വിയോഗം പൂന്താനം എന്ന കവിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് കൃഷ്ണനെ ഭജിച്ചുകൊണ്ടും നമിച്ചുകൊണ്ടും അദ്ദേഹം എഴുതിയ ജ്ഞാനപ്പാന അഥവാ പൂന്താനപ്പാന. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ അല്ലേ? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നടക്കം വളരെ ദാർശനികമായിട്ടുള്ള വരികളാണ് ജ്ഞാനപ്പാനയിൽ ഉടനീളമുള്ളത്. പലപ്പോഴും പല പുരാണ പുസ്തകങ്ങളും സംസ്കൃതത്തിലാണ്, ശ്ലോകങ്ങൾ വായിച്ചത് നമുക്ക് അർത്ഥമറിയില്ല എന്ന് പറഞ്ഞ് വിമുഖത കാണിക്കാറുണ്ട് പലരും. എന്നാൽ ജ്ഞാനപ്പാന മലയാളത്തിലാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ജ്ഞാനപ്പാന ഇന്നും എന്നും ആളുകൾക്ക് വായിച്ചാൽ അത്രയും ലളിതമായിട്ട് അർത്ഥം മനസ്സിലാകുന്ന വിധത്തിലാണ് പൂന്താനം രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനപ്പാന വായിക്കുകയും അതിലെ പദാനുപദമുള്ള അർത്ഥം ഗ്രഹിക്കുകയും ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അത് വലിയ ഗുണവും നേട്ടവും നൽകും.